കോട്ടയത്തിന്റെ കോൺഗ്രസിന്റെ വികാരമായ പ്രിയപ്പെട്ട പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയങ്കരനായ തിരുവഞ്ചൂർ സാർ പറഞ്ഞ പോലെ നമ്മള് അതിഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. പക്ഷേ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കോട്ടയത്തേക്ക് വന്നപ്പോൾ കോട്ടയം ഇളകി മറിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം. KPCC പ്രസിഡന്റ് ആണെങ്കിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു, അതുപോലെ തന്നെ നാടിന് വേണ്ടി ജീവിച്ച CPM-ന്റെ ക്രൂരമായ വേട്ടയാടികൾക്ക് വിധേയായ വ്യക്തിയാണ്. ഇന്നും പാർട്ടിയുടെ വികാരമാണ്, പാർട്ടിക്കാരുടെ വികാരമാണ്. നമ്മൾ ഈ വരിയിലൂടെ കടന്നു വരുമ്പോൾ ആളുകളുടെ മുദ്രാവാക്യം നമുക്ക് കാണാൻ സാധിക്കും. ആ നേതാവിനെ നമുക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർക്ക്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാർ ഇവിടെ നിൽക്കുന്നത് പാമ്പാടി മണ്ഡലം പ്രസിഡന്റാണ്. എന്നോട് തിരിച്ചു പറഞ്ഞു, ഗോവൻ സാർ അല്ലേ? എന്നോട് തിരിച്ചു പറയാണ്, പുതുപ്പള്ളിയിൽ വന്ന് ഓരോരുത്തരെയും പഠിച്ച് പുതുപ്പള്ളിയുടെ ജയത്തിന്റെ കാരണമായ ശ്രീ VD സതീശൻ അവർകളും നമ്മളോടൊപ്പം. ഇവർ രണ്ടുപേരും വന്നപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഉണർവാ. ഒരു കാര്യം ഉറപ്പാ, ഈ ഒരു പൊതുയോഗത്തോടു കൂടി ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് തീർക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഫ്രാൻസിസ് ജോർജ്.